അപ്പോൾ നമ്മളിന്നൊരു മീൻ കറി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ കുതിർത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില ഇതൊക്കെ കൂടി ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊട്ടണം. കളറൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ, ഒരു നുള്ളു പെരിഞ്ജീരകം. ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി മൂത്ത് വന്നതിന് ശേഷം ഒരു പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത് നന്നായി ബ്രൗൺ കളറായി വരണം. അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച പൊടി വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വയ്ക്കുകയാണ് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പൊടി പെട്ടെന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മൂത്ത് പോവില്ലേ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ മൂത്ത് വന്ന ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിൽ നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ച് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം തക്കാളി നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മസാല മൂത്ത് വന്നിട്ട് എണ്ണയിൽ നിന്ന് മാറി വന്നിട്ട് ഉള്ള പരുവത്തിലാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി പുളിവെള്ളം ഒഴിച്ച് അടച്ചതാ നമ്മളെ മീൻ കറീൻ്റെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാവശ്യമുള്ള മീനാണിത്. ഈ മീൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മീൻ വേവുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചൊരു 5-6 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എപ്പോഴൊന്നും വീഡിയോ നമുക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കൊടുത്തിട്ട് ഓഫാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.